സാർ ആക്ച്വലി ടെക്നിക്കലി നമുക്കിത് അലോ ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ ആയിട്ട് പറയാം. സാർ കാര്യം എന്ന് പറഞ്ഞു എന്റെ കഴിഞ്ഞാൽ അനിയൻ ഇപ്പൊ വാസുവിനെ ഇതിനകത്ത് നമ്മൾ അലോ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു കേസ് റെക്കോർഡിക്കൽ ക്ലോസ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പം വാസു വളരെ നല്ലൊരു വാസു പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഉഴുത്തയാവണേ മൊട്ടത്തലേ. നിയമപരിജ്ഞാനം ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചാൽ പോലും നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഈ സാധനത്തിൽ വാസുവിനെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള എല്ലാ കേസുകളും ഈ സാധനം സ്ക്വയർലി ആപ്ലിക്കബിൾ ആവും. പറഞ്ഞ മനസ്സിലായല്ലേ? സാർ അത് ഇത്രയും സുപ്രീം പവറുള്ള സാറിനെ പോലത്തെ ആൾക്കാർക്ക് അടുത്തൊരാൾ വരുമ്പോ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇല്ല, ഇതുണ്ടെന്ന് ഞാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ആളാണ്. once a verdict is given, it is common for everyone. It's court of law, Mr. Payandu. എക്സാക്ട്ലി. അപ്പോ പക്ഷെ വാസു ഇത്രയും കാര്യം പറയുന്നു, വാസുവിന്റെ കുടുംബത്തില് ഉള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ വാസു പറയുന്നത് കൊണ്ട് ഒരു ചെറിയ സൗജന്യം വേണേ വാസുവിന് ചെയ്തു തരാൻ പറ്റും. എന്താണ് സാർ ആ സൗജന്യം? ഇപ്പം കണ്ണാപ്പി സ്വയം വാദിക്കാമെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ണാപ്പി സ്വയം വാദിക്കാമെന്ന് പറഞ്ഞ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ കോർട്ടില് പരന്തുവാസുവിനെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ കണ്ണാപ്പിനെ വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാം. ബട്ട് കോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാസുവിന് സംസാരിക്കാൻ പറ്റത്തില്ല. സാർ ഞാൻ ഈ റഫറിയുടെ ഡ്രസ് ഒക്കെ ഇട്ട് വന്നുകൊണ്ടാണോ അസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയണത്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പൊ വേണേ കണ്ണാപ്പിയായിട്ട് കുറച്ച് ലോൺ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ആ ടൈമിൽ വാസുവിനുള്ള പറയാനുള്ള കാര്യങ്ങൾ മൊത്തം കണ്ണാപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കണ്ണാപ്പിനെ കൊണ്ട് പ്രസന്റ് ചെയ്യും. ഓക്കെ. നമ്മൾ നോർമലി അങ്ങനെ എലോൺ ടൈം കൊടുക്കാറില്ല, വക്കീലല്ലാത്ത ഒരാൾക്കും എലോൺ ടൈം കൊടുക്കാറില്ല. പക്ഷെ വാസു ഇത്രയും കാര്യമായിട്ട് പറയുന്നു, ഒരു കുടുംബനാഥനാണ്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് വാസുവിന് ഒരു എലോൺ ടൈം ഞാൻ തരാം. ആ എലോൺ ടൈം തരുന്നതിന് മുമ്പ് വാസുവിനെയും കണ്ണാപ്പിനെയും ഞങ്ങൾ സെർച്ച് ചെയ്യും. തിരിച്ചു പോകുന്ന ടൈമിലും വാസുവിനെയും കണ്ണാപ്പിനെയും സെർച്ച് ചെയ്യും. വേറെ സാധനങ്ങൾ കൈമാറാൻ പാടില്ല എന്നുള്ള ഒരു റൂളും കൂടെ അതിനകത്ത്. അല്ല സാർ ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാനാണ് ഈ കേസ്? അതെ, കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാന്നാണ് കണ്ണാപ്പി കോർട്ടിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയണത് പറഞ്ഞാൽ സാറ് പോലും അവിടെ പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് തോറ്റത് എന്തായാലും കേസ് തോറ്റ്. വിധി നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇത്ര സമയം ഇത്ര സാർ, കാരണം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാതെ. ഞാൻ അവന് പിന്നെ വേറൊരു കാര്യം പറയാം സാർ ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സിനൊരു മെന്റൽ ട്രോമയാണ്. എപ്പാർട്ട് ഫ്രം ദ കേസ് ആൻഡ് ഓൾ ഒരു മാനസിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സാർ. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയാം. ഇത് ഞാൻ വെളിയിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല സാർ. ഒരാളുടെ Get me the XMD. Hello, radio, get me the XMD. സോ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു കാര്യം ചെയ്യാം. ലൈക്ക് XMDനെ വെച്ച് ഇപ്പൊ XMDയും കൂടെ ഉള്ള സമയത്ത് വാസു ഈ കാര്യം പറഞ്ഞതിന് ശേഷം XMD പുള്ളിക്കാരനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം XMD പറയാണ് അങ്ങനെ ഒരു ഡീപ് ഡിപ്രഷനിലുള്ള ആളാണ് എന്നുള്ളത് XMD സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വാസുവിന് ഈ കേസ് വാദിക്കാനുള്ള ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റ് തരാൻ പറ്റും. ഓക്കെ, XMD കാര്യം കൂടെ വിളിക്കും സാർ, എനിക്ക് പറയാനുണ്ട്. കേട്ടില്ല? XMD കാര്യം കൂടെ സാർ വിളിക്കുമോ? എനിക്ക് അവരോട് പറഞ്ഞോളൂ, പ്രൊഫസൻ പറഞ്ഞോളൂ. സാർ ഇന്നലെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ജോക്കർ അതേപോലെ ജോണി ഇവർ രണ്ടുപേരും ഇതേ റീസൺസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ല അവരെന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞ റീസൺ ഒന്ന് പറയോ? ഹരിത, ഞാൻ XMD ഹെഡ്, വാസു, വെളിയിൽ ഇറങ്ങും എന്നെങ്കിലും ഈ കോട്ടിന്റെ പുറത്ത് അന്ന് ഇവന്റെ മൊട്ട പിടിച്ച് ഞാൻ ഓടാക്കും. ഓക്കെ, വാസുവിന് പറയാനുള്ള വാസുവിനോട് പറയാം. മിസ്റ്റർ XMD, ഹലോ ഡോക്ടർ. രാഘവൻ സാർ. ഡോക്ടർ കേക്കാവോ? രാഘവൻ സാറേ, ഇപ്പൊ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും അബൌട്ട് മിസ്റ്റർ കണ്ണാപ്പി. അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കണ്ണാപ്പിനെ എക്സാമിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഡീപ് ഡിപ്രസീവ് സ്റ്റേറ്റിലാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം അസസ് ചെയ്ത് എനിക്ക് ഇപ്പൊ തന്നെ റിപ്പോർട്ട് തരണം വിത്തിൻ 5 minutes. ഓക്കെ, പറഞ്ഞോളൂ മിസ്റ്റർ വാസു. സാർ നമസ്കാരം, എന്റെ പേര് പരുന്ത് വാസു. സാർ ഡോക്ടർ കേക്കാവോ? ഹലോ സാർ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഒന്ന് മൂളാവോ? ഓക്കെ, താങ്ക് യു. സാർ എന്റെ പേര് പരുന്ത് വാസു. അപ്പോ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന കണ്ണാപ്പിയുടെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ണാപ്പി എന്ന് പറയണത് അവന്റെ മെന്റൽ സ്റ്റേജ് എന്ന് പറയണത് ഭയങ്കര വീക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു വണ്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. അതും സാർ ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ആ കുട്ടി ഐസ്ക്രീം മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൈക്രോ സെക്കൻഡ് അവനെ നോക്കി ഒന്ന് ചിരിച്ചതാ.
ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്ന് ഇടിച്ച് ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചു. അത് കണ്ട് അവന് ട്രോമയായി. അവന് ട്രോമ എന്ന് പറഞ്ഞാൽ ലൈക്ക് സാർ എനിക്ക് എങ്ങനെ പറയണം എന്ന് പറഞ്ഞുകൂടാ. ഞാൻ തൊട്ടപ്പുറത്തെ വളവിലുണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അല്ലല്ല ഞങ്ങൾ തൊട്ട് ഈ ഐസ്ക്രീം കടയുടെ ഒരു ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ആംബുലൻസ് വരുന്നു, ഈ കുട്ടിക്ക് CPR കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ കിടക്കുക, അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുക. ഈ കയ്യിൽ കിടത്തിയാണ് CPR കൊടുക്കുന്നതും ഇതുമല്ല. വായിക്കൂടെയും മൂക്കിക്കൂടെയൊക്കെ ചോര വരുന്നു. അവൻ ഫുള്ള് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു തരത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ കൊച്ചിനെ ആശുപത്രിയിലോട്ട് എടുത്ത് മാറ്റിയതും ഇതല്ല. അത്രയ്ക്കും ട്രോമയില്ല. അതിനുശേഷം അവൻ എന്തൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും. മരിച്ചുപോയി സാർ. എന്തോ കേട്ടില്ല. ആദരാഞ്ജലികൾ. ഐ മീൻ ദാറ്റ്. എന്താ പോയവരെ പറ്റി ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് പരന്തവാസം പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു PTSD കാരനാണെന്നാണ് പറയുന്നത് ഡോക്ടറെ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാവോ? ഓക്കെ, പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് ആണേ. മിസ്റ്റർ പരന്തവാസ്, യു ക്യാൻ വെയിറ്റ് ഔട്ട് സൈഡ് ഫോർ 5 minutes. 5 minutes നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇന്നലെ മറ്റേ ഒരു ഇൻസ്പെക്ഷൻ നമുക്കൊരു ഇടക്കാല ഉത്തരവ് വെച്ചിട്ട് പ്രോപ്പർ ഉത്തരവുണ്ടെങ്കിൽ മരിച്ചുപോയി. കാറടിച്ച് മരിച്ചു. അണ്ണാ അത് പറയല്ലേ, ഓറ പോകും. കേസ് ചുമ്മാ പോയി വരാൻ പറ്റും. ഇത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അകത്താകും. വട്ടല്ല, നിനക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ മതി. ലവറിന്റെ ആക്സിഡന്റ് കൺമുന്നിൽ. ഹലോ സാർ, ഹലോ. സ്വന്തം എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഞാൻ എല്ലാം കണ്ട്. അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം. സ്വന്തം ലവറിന്റെ ആക്സിഡന്റ് കൺമുന്നിൽ കണ്ടതിന്റെ ഡിപ്രഷൻ. അണ്ണാ മെന്റൽ ഇൽനെസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം. അവള് സ്റ്റേജിൽ കാണാൻ വന്നിരിപ്പുണ്ടാ. അവളും പോവും, വാദിച്ചിറങ്ങുന്നതോടെ അവളും പോവും. സ്റ്റേജ് ഇത് ഇടത്തെ സൈഡിൽ ഒരു തൊപ്പി വെച്ചിരിപ്പുണ്ട്. അവളും വന്നിട്ടുണ്ട് കാണാൻ. അതൊക്കെ ഒന്നും പറയല്ലേ, അതാണെന്നൊന്നും പറയല്ലേ. വേറെ എത്ര എണ്ണം ഉണ്ടായിരുന്നു നിനക്ക്? അത് അവൾക്ക് അപ്പൊ അവള് ഒരു പ്രശ്നമാ വീണ്ടും. അത് മോനെ, അത് കോടതിയാണോ? വെളിപ്പറഞ്ഞ് മനസ്സിലാക്കി കൂടാ. അണ്ണൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നതിന് അണ്ണൻ മൂളിയെ മാത്രം മതി. ഞാൻ കേസ് സിമ്പിൾ ആയിട്ട് ഊരി വരാം. ശരി അണ്ണൊന്ന് മൂളിക്കണേ. ഞാൻ വക്കീലിനെ സാറേ വക്കീലിനെ വിളിച്ചെന്റെ വക്കീല്. സാറേ ഫോൺ ചെവി കൊടുത്തോ. സാർ അകത്ത് ജഡ്ജിയെ കണ്ടായിരുന്നു. പുള്ളി എനിക്ക് കണ്ണാപ്പിയുടെ കൂടെ ഒരു സംസാരിക്കാനുള്ള ഒരു 3 മിനിറ്റ് ടൈം തരാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല സാർ, ആദ്യം അതിന്റെ ഒരു അസസ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ സാറേ. വെയിറ്റ് ചെയ്യണം. വാസു ആദ്യം ആ എക്സാമിനേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. കാര്യം എക്സാമിനേഷന് മുമ്പ് സാറ് കാണുന്നത് ഇറ്റ് ഈസ് നോട്ട്. ഈ നേരത്തെ ഓടി അകത്തോട്ട് കയറി വന്ന ഒരു അലീന എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണോ? അല്ല, എന്റെ കുടുംബത്തിലുള്ളതല്ല. അലീന എന്ന് പറഞ്ഞ ഓടി കയറി വന്ന ആളെ പിടിച്ചിട്ടേ പോലീസിന് കൊടുത്തരാം. ഇല്ല കൊണ്ടുപോയിട്ട് ആൾക്ക് സാറേ ആളെ കൊണ്ടുപോയിട്ട് സാർ ഇങ്ങോട്ട് വരൂ. സാർ മറ്റേ കോർഡിനേറ്റർ ഫോണൊന്നും യൂസ് ചെയ്യാം. ഓ ഇല്ല സാർ അതൊന്ന് തുറന്നു അറസ്റ്റ് ചെയ്യണോ അലീനെ?
അലീനല്ലേ വേറെ അത് മറ്റേ എക്സൈസ് കൊണ്ട് ആരായിരുന്നു അലീനല്ല അത് കൊണ്ട് ആൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാർ ആളുടെ പേരെന്തായിരുന്നു സാറേ തുറന്നു കൊടുത്തേ ചാൾസ് സാറേ ഇതൊന്ന് തുറന്നു കൊടുക്കേ എല്ലാരും തൂക്കിയേ கோர்ட்ல உள்ள வரீங்க ஹலோ சார் ജഡ്ജി നിങ്ങൾക്ക് എന്താ പറയണേ? നിങ്ങൾ പറഞ്ഞാ സാർ പറഞ്ഞു സാർ. സാറിന് താഴോട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിന്റെ അടുത്ത് പോയി നമ്മൾ മാസ് അടിക്കണമെന്നാണോ? അത് നിങ്ങൾ കാണുന്ന ആർപികളുടെ കുഴപ്പമാണ്, മനസ്സിലായ? നമുക്കൊക്കെ ഒരു ഹൈറാർക്കി ഉണ്ട് ഈ സിറ്റിയില്. ഈ സിറ്റിയിലെ ജഡ്ജ് മറ്റേ ഇതിന്റെ ഹെഡാ പുള്ളി. ഈ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമ്മള് മാസ് അടിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും പറ്റത്തില്ല. അതല്ല ക്യാരക്ടർ ഓറ. ക്യാരക്ടർ ഓറ എന്ന് പറയണത് അങ്ങനെ അല്ലല്ലോ. അവർക്ക് കൺഫ്യൂഷൻ കാരണം അവര് ചെയ്യാത്തതിന് പുള്ളിക്കാരൻ പറയട്ടെ. എന്താ സംഭവം കറക്റ്റായിട്ട് പറഞ്ഞു, കണ്ണാപ്പി പറഞ്ഞു. സംഭവം എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. ഓക്കെ ക്യാറ്റി കേസ് തോറ്റ്. ക്യാറ്റി പറഞ്ഞോളൂ എന്നിട്ട് കഥ പറഞ്ഞോളൂ. ക്യാറ്റി ഇങ്ങനെ എന്റെ ഫ്രണ്ടിൽ വണ്ടി ഇടിച്ചു മരിച്ചു. ഏത് വണ്ടിയായിരുന്നു? ഇപ്പം ഞാൻ വണ്ടിയാണോ ആദ്യം നോക്കുന്നത്, അത് ഇടിച്ച ആളായിരിക്കും സാർ ആദ്യം നോക്കുന്നത്? ഇടിച്ചിട്ട് എന്തായിരുന്നു സംഭവം ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറയാമോ? പിന്നെ വണ്ടി ഇടിച്ച് പിന്നെ ഓർമ്മയില്ല, എനിക്ക് മറന്നുപോയി. താങ്കളെ വണ്ടി ഓക്കെ എന്തായാലും ഹോൾഡ് ചെയ്യാം. യു കണ്ടിന്യൂ. വി കൻ അത് ഒരു ഡിപ്രഷൻ രണ്ടെണ്ണോട്ടായിരുന്നു. പിടിക്കാനോ പ്ലീസ് ലീവ്. XMD ഇവിടെ ഐസ്ക്രീം മേടിക്കാൻ പോയതായിരുന്നു. ജഡ്ജ് രണ്ടുപേരുണ്ട്. വാസു ഇവിടെ നിന്നോളൂ, കുഴപ്പമില്ല. വാസു പ്രത്യേകിച്ച് ഒന്നും പറയണ്ട കേട്ടോ. സാർ അവൾ ഐസ്ക്രീം മേടിക്കാൻ പോയതായിരുന്നു. ഐസ്ക്രീം മേടിക്കാൻ പോയി റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അവൾക്ക് വണ്ടി ഇടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു സാർ, സന എന്നാണ് പേര്. ആള് പട്ടാളക്കാരിയായിരുന്നു. അപ്പം ഞാൻ സനയൊക്കെ ഇടക്കിടക്ക് അങ്ങ് യുദ്ധത്തിലൊക്കെ പോവായിരുന്നു. സനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ. മിഥുന്റെ കേസ് ഫയലിംഗ് എടുക്കണേ ഷറഫുദ്ദീനെ. ഇങ്ങേർക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞില്ലെങ്കിൽ അത് വേണ്ട സാർ, ഞാൻ പറഞ്ഞ ഡിപ്രഷനിലോട്ട് പോകും. ഓക്കെ അതുകൊണ്ട് വേണ്ട. ഓക്കെ പിന്നെ മറ്റേ ഡെലൂലുവിന്റെ പിന്നെ ഡെലുവിന്റെ ചാണകം മൊട്ടെ. XMD നടക്കട്ടെ, എക്സാമിനേഷൻ നടക്കട്ടെ. ഹലോ സാർ, സാറിന്റെ പേര് വാസു എന്റെ കൂടെ വരാം. വാസു സാറേ എന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി. പെണ്ണുമ്പിള്ള കൂടെ വരാൻ. സാർ എന്ത് ചെയ്യാണ്? ഭരത്തൊന്ന് എന്റെ കൂടെ പറഞ്ഞേ. ഭരത്തൊന്ന് കോട്ടയത്തിന് എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ കോടിന്റെ പുറത്തേക്ക് ഒരു PD എൻട്രൻസിലോട്ട്. അതൊന്നും ആവശ്യമില്ല. ഓഫ് ദ റെക്കോർഡ് അതുകൊണ്ടാണ് ഇവിടെ വന്നത്. PD എൻട്രൻസ് ഓക്കെ, ഓഫ് ദ റെക്കോർഡ്. വാസു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നീക്ക് പോക്ക് ഇതിനകത്ത് നടക്കും. ഉള്ളതുപോലെ തന്നെ പറയാം. അയാൾക്ക് എന്തെങ്കിലും PTSD ഉണ്ടോ? സ്വന്തം ലവർ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന അല്ല സംഭവം ഈ അത് പറഞ്ഞ സനയുടെ കഥ. ആക്ച്വലി ഞാൻ ജഡ്ജായതിനു ശേഷമുള്ള ഫസ്റ്റ് കേസാ മിസ്റ്റർ മിഥുൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡെറാഡൂൺ. അതിലെ കഥയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ആ കഥ ഈ കഥ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ സാറിന്റെ പേരെന്താ? യഥാർത്ഥ പേരെന്താ? പെരുമാൾ പിച്ചൈ. പെരുമാൾ. ഈ പെരുമാളിന് പേരുള്ള ഒരു 10 പേരെ എനിക്കറിയാം.